അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാരെ, നമുക്കിന്ന് 6ാം ക്ലാസ്സുകാരുടെ നാളത്തെ പരീക്ഷയായ ഫിഖ്ഹിന് വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യം 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ അഫ്ളൽ കഅബയാണ്, പുണ്യമുള്ളതാണ്, നിസ്കാരത്തിലെ ഔറത്ത്, ഖസ്റും ജംഉമാക്കി നിസ്കരിക്കൽ, ഫിഅലിയായ ഫർളിനെ അധികരിപ്പിക്കുക എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യമാണ് ഡാഷ്. ഏതാണ്? ഉത്തരം ഖസ്റും ജംഉമാക്കി നിസ്കരിക്കൽ. 2. പുരുഷന് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് ഡാഷ് നിസ്കാരത്തിലെ ഔറത്ത്. ചോദ്യം 3. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് ഡാഷ്. ഉത്തരം അഫ്ളൽ. ചോദ്യം 4. ഖിബ്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഡാഷ് ആണ്. ഏതാണ്? കഅബയാണ്. ചോദ്യം 5. സഹ്വിൻ്റെ സുജൂദിനുള്ള കാരണമാണ് ഡാഷ്. ഉത്തരം ഫിഅലിയായ ഫർളിനെ അധികരിപ്പിക്കൽ. 6ാമത്തെ ചോദ്യം, റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ ഡാഷ്. ഉത്തരം പുണ്യമുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. വേർതിരിക്കാം. ബ്രാക്കറ്റിൽ ഏതാനും നിസ്കാരങ്ങൾ തന്നിട്ടുണ്ട്. അത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്, ജമാഅത്ത് സുന്നത്തില്ലാത്തത് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള നിസ്കാരങ്ങൾ റവാത്തിബ് നിസ്കാരങ്ങൾ, ഗ്രഹണ നിസ്കാരങ്ങൾ, തഹിയ്യത്ത് നിസ്കാരം, 2 പെരുന്നാൾ നിസ്കാരങ്ങൾ, തറാവീഹ്, തഹജ്ജുദ്. ഇതിൽ ജമാഅത്ത് സുന്നത്തുള്ളത് ഏതെല്ലാമാണ്? ഉത്തരം ഗ്രഹണ നിസ്കാരങ്ങൾ, 2 പെരുന്നാൾ നിസ്കാരങ്ങൾ, പിന്നെ റമളാനിൽ നിർവഹിക്കുന്ന തറാവീഹ് നിസ്കാരം. ഇനി രണ്ടാമത്തത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം റവാത്തിബ് നിസ്കാരങ്ങൾ. എന്താണ് റവാത്തിബ് നിസ്കാരം? ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായിട്ട് നിസ്കരിക്കുന്ന 22 റക്അത്തുകളാണ് റവാത്തിബ് നിസ്കാരങ്ങൾ. അതിന് ജമാഅത്ത് സുന്നത്തില്ല. പിന്നെ അത്തഹിയ്യത്ത്. എന്താണ് തഹിയ്യത്ത്? പള്ളിയിൽ പ്രവേശിച്ചവനെ പള്ളിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് നിർവഹിക്കുന്ന 2 റക്അത്ത് നിസ്കാരമാണ് തഹിയ്യത്ത് നിസ്കാരം. അതും എന്താണ്? ജമാഅത്ത് സുന്നത്തില്ല. പിന്നെ അത്തഹജ്ജുദ്, രാത്രി ഒന്ന് ഉറങ്ങി ഉണർന്നതിന് ശേഷം നാം നിസ്കരിക്കുന്ന നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അതിനും ജമാഅത്ത് സുന്നത്തില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാം. 1. ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് ഡാഷ്. ആരാണ്? ഉത്തരം മസ്ബൂക്ക്. ചോദ്യം 2. ഇമാമിന് ഇമാമാണെന്ന് കരുതൽ ജുമുഅ നിസ്കാരത്തിൽ വാജിബും അല്ലാത്തവയിൽ ഡാഷ്. ഉത്തരം സുന്നത്തുമാണ്. 3. ഖൈറു മസാജിദിൻ നിസാഇ ഖാറു ഡാഷ്. ഉത്തരം ബുയൂത്തിഹിന്ന. ചോദ്യം 4. ജനം അധികരിച്ച ജമാഅത്ത് കുറഞ്ഞതിനേക്കാൾ ഡാഷ്. ഉത്തരം ശ്രേഷ്ഠമാണ്. അതായത് ആളുകൾ കുറഞ്ഞ ജമാഅത്ത് ജനം അധികരിച്ച ജമാഅത്തിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. ചോദ്യം 5. ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഡാഷ്. ഉത്തരം ബാത്തിലാകും. ഇനി 4ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. 1ാമത്തെ ചോദ്യം, ജമാഅത്ത് നിസ്കാരം എന്നാൽ എന്താണ്? ഉത്തരം ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? ഉത്തരം സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. ചോദ്യം 3. തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ്? ഉത്തരം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. ചോദ്യം 4. തസ്ബീഹ് നിസ്കാരം എന്നാൽ എന്താണ്? ഉത്തരം 300 തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഇനി 5ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം. 1. കിടന്ന് നിസ്കരിക്കുന്നവന് കഴിയുമെങ്കിൽ ശരിയായ നിലയ്ക്ക് ചെയ്യണം എന്തെല്ലാം? ഉത്തരം റുക്കുവും സുജൂദും.
രണ്ടാമത്തെ ചോദ്യം, തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? ഉത്തരം, പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെയാകുന്നു തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം. ചോദ്യം 3, ളുഹ നിസ്കാരം കൂടിയതും കുറഞ്ഞതുമായ റക്അത്തുകൾ എത്രയാണ്? ഉത്തരം, ളുഹ നിസ്കാരം കുറഞ്ഞത് 2 റക്അത്താണ്, കൂടിയത് 8 റക്അത്താണ്. ചോദ്യം 4, സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ്? ഉത്തരം, ഫർള് നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകളും മറവി കാരണം നഷ്ടപ്പെട്ടു പോയ ഫർളുകളും പരലോകത്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി 6ാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ. ഉത്തരം, ഫാസിഖ്, മുബ്തദിഅ്, വസ്വാസുള്ളവൻ, അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരൽ കറാഹത്താണ്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും 2 പേരെ എഴുതിയാൽ മതി. ചോദ്യം 2, ജമാഅത്ത് നിസ്കാരത്തിലെ ഇമാമിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? 2 എഴുതിയാൽ മതി. 1, മഅ്മൂമ് പുരുഷനോ ഖുൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക. 2, മഅ്മൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓതാൻ അറിയുന്നവനായിരിക്കുക. ഇനി 7ാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം. ഇവിടെ തന്നിട്ടുള്ളത്, വൽ ഇമാമു അലാ ഹാലിൻ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അത്താ അഹദകുമുസ്സലാത്ത കമാ യസ്നഉൽ ഇമാമു ഫൽ യസ്നഉ. ഇത് മസ്ബൂക്ക് എന്ന പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിലുണ്ട്. ഉത്തരം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അത്താ അഹദകുമുസ്സലാത്ത വൽ ഇമാമു അലാ ഹാലിൻ ഫൽ യസ്നഉ കമാ യസ്നഉൽ ഇമാം. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. നാളത്തെ പരീക്ഷയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകട്ടെ. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമായ മദ്രസ, സ്കൂൾ പരീക്ഷകളുടെ ചോദ്യപേപ്പർ, അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ചോദ്യങ്ങൾ, നബിദിന പ്രോഗ്രാമുകൾ, നബിദിന ക്വിസ്, അതുപോലെ തന്നെ സ്കൂളിലേക്ക് LSS, USS തുടങ്ങിയവയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.